ഈശ്വര ഗണപതിച്ചേട്ടൻ നന്ദനായി പോണേ. ഞാനാ നിന്റെ ഗണപതി ചേട്ടൻ. ഹായ് ബ്രോക്കർ ചേട്ടൻ. ബിസിനസ് ടെൻഷൻ കാരണം ഞാൻ ബ്രോക്കറിനെ ശ്രദ്ധിച്ചേയില്ല. എന്താ ബ്രോക്കറേട്ടാ? നീ കൂടി എന്നെ ബ്രോക്കറാക്കരുത്. ബ്രോക്കറേട്ടാ, ബ്രോക്കറേട്ടനെ പിന്നെ ബ്രോക്കറേട്ടൻ എന്നല്ലാണ്ട് പിന്നെ മാമാന്ന് വിളിക്കാൻ പറ്റുമോ? ബ്രോക്കറേട്ടാ, ബ്രോക്കറേട്ടൻ തന്നെ പറയും. ബ്രോക്കറേട്ടാ. അപ്പൊ പണി കഴിഞ്ഞപ്പോ ആ ശരി പടിക്ക് പുറത്തായില്ലേ? ശരി, ഞാൻ ബ്രോക്കർ തന്നെ ആവാം. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ കറവയിലെ പാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അകിട് ഇടിച്ചു പിടിഞ്ഞ് പശുക്കുട്ടിക്ക് പാൽ ലഭ്യമാക്കേണ്ട സാഹചര്യത്തിൽ അകിട് വീക്കത്തിന് സാധ്യതയേറുന്നു. ഈ അവസരത്തിൽ ഒരു മുലക്കാമ്പ് പശുക്കുട്ടിക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഉത്തമം. ബാക്കി 3 മുലക്കാമ്പ് പാൽ കറന്നെടുക്കാവുന്നതാണ്. ശുദ്ധമായ വെള്ളം കൊണ്ട് അകിട് കടിക്കണ്ടോ? എനിക്ക് കടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാന്തിക്കൊള്ളാം. പിന്നെ എന്തിനാ ഇവിടെ മാന്തുന്നത്? അശ്ലീല പരിപാടികൾ കാണുന്നെങ്കിൽ പുറത്തു പോയി കണ്ടോണം. അശ്ലീല പരിപാടിയോ? കുറെ നേരമായല്ലോ മൊലക്കാമ്പ് സംസ്കാരമില്ലാത്തവൻ. പശുവിന്റെ മുലക്കാമ്പിനെയും അശ്ലീലമായി കാണുന്നവനാണ് സംസ്കാരമില്ലാത്തവൻ. ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരു വീടാണിത്. എന്റെ ഫാമിലി ഇവിടെ തന്നെ കഴിയണത്. നിന്റെ ഭാര്യ മാത്രമല്ല, ഭാര്യയുടെ അനിയത്തിമാര്, എന്റെ ഭാര്യ, അമ്മ. എന്റെ അമ്മയ്ക്ക് വിളിച്ചോ? ആര് വിളിച്ചു? താൻ വിളിച്ചില്ലേ? ഇപ്പോ ഞാൻ വിളിച്ചില്ല. എന്റെ അമ്മയെങ്കിൽ തന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് വിളിച്ചോ? ടി വി തൊട്ട് പോരുത്. ഞങ്ങള് ടിവിയുടെ മുമ്പിൽ വീഡിയോ ഗെയിം കളിക്കായിരുന്നു. അനിയൻ ആദ്യം ഓൺ ചെയ്യും, ചേട്ടൻ ആദ്യം ഓൺ ചെയ്യും. അനിയൻ ആദ്യം ഓൺ ചെയ്യും, ആദ്യം ചേട്ടൻ ഓൺ ചെയ്യും. നമുക്ക് ഒന്നിച്ച് ഓൺ ചെയ്യാം. സർപ്രൈസ് അല്ല, ഷോക്ക്. ഇതല്ല അവിടെ. എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ ടൗണിൽ വന്നതായിരുന്നു. മമ്മിയുടെ മെസ്സേജ് വന്നു. ആഹാ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ടൈം പാസ്. ഇപ്പൊ കൂടെ ഡാഡി നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഭർത്താവിനെ കിട്ടിയപ്പോ ഡാഡിയെ മറന്നു അല്ലേ? ഇവിടുന്ന് പെർമിഷൻ കിട്ടിയിട്ട് വേണ്ടേ? ഡേ ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ ഞാൻ തിരിക്കണമെന്ന് ഓർഡർ. എന്താ ഇത്ര ധൃതി? നാളെ പോയാ പോരെ? അയ്യോ പറ്റില്ല, ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബോംബെന്ന് 1-2 ഫോൺ കോൾസ് വരാനുണ്ട്. മുത്തശ്ശൻ എവിടെ? മുത്തശ്ശനാണെങ്കിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ജയദേവന്റെ കാര്യം പറയാനേ സമയമുള്ളൂ. അച്ഛനകത്തുണ്ട്, വരൂ. നിങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞ ശേഷം മുത്തശ്ശന് വഴക്ക് പറയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ സ്വീകരണം?